എൻ്റെ എത്രയും പ്രിയപ്പെട്ട സാം തോമസ്. സാം തോമസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരും. ആ കഥാപാത്രത്തിൻ്റെ പേരാണ് മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയൻ വയസ്സ് ആവില്ല, അതാണ് എല്ലാ കാലത്തും 17 വയസ്സാണ് മാർക്കണ്ഡേയൻ്റെ പ്രായം എന്ന് നമുക്ക് ഇപ്പോൾ ചരിത്രമല്ല, ഇതിഹാസ കഥാപാത്രം നമുക്ക് ഇപ്പോൾ ആലോചിച്ചാൽ ഒരു കൗതുകമുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാപ്രതിഭയുടെ ആ പ്രതിഭയെ ആദരിക്കുന്ന അതിമഹത്തായ ഒരു സുദിനം. സാം തോമസുമായിട്ടുള്ള എൻ്റെ ഒരു ഗാഠബന്ധം ആരംഭിക്കുന്നത് 1961 അത് വലിയൊരു നീണ്ടൊരു കാലയളവാണ്. അന്ന് മുതൽ ഇന്നേ വരെ ആ സൗഹൃദ ബന്ധം ദിവസത്തിൽ ഒരു ഫോൺ എങ്കിലും ചെയ്യാത്ത ദിവസങ്ങളില്ല. ഇന്നും 2 തവണ വിളിച്ചു, 3 തവണ വിളിച്ചു. 3ാമത്തെ തവണയാണ് അദ്ദേഹത്തെ കിട്ടിയത്. അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് അധികം സംസാരിച്ചില്ല. ആ കാലത്ത് എന്നെ ആകർഷിച്ചിരുന്ന മറ്റൊരു ഘടകമായിരുന്നു ഞാൻ കോളേജിൽ ചേർന്ന ആ വർഷം ആ കൊല്ലം ഇറങ്ങിയ മാഗസിനിൽ ഒരു വൈവാഹിക ഫോട്ടോ ഞാൻ കാണുകയുണ്ടായി. അത് സുമുഖനായ ഒരു ചെറുപ്പക്കാരനും സുന്ദരിയായ ഒരു സ്ത്രീയും. മനോഹരമായ ആ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് സാം തോമസും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ആയിരുന്നു. ഇന്നും ആ ഒരു ബന്ധം, ആ ഒരു സൗഹൃദം ഞാൻ കാത്ത് സൂക്ഷിക്കുന്നു. സാമുമായിട്ടുള്ള എൻ്റെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അതിന് പല തലങ്ങളുണ്ട്. സാം തോമസ് ക്ലറിക്കൽ ജോബിനെ കലയാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ്. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇദ്ദേഹം നേരത്തെ ഇവിടുത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തെക്കുറിച്ച് ജോർജ് ഇവിടെ സൂചിപ്പിച്ചു. അതിമനോഹരമായ ആ കയ്യക്ഷരം, ആ കാർഡ്, ആ ഗ്രീറ്റിംഗ് കാർഡ് ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാർഡിൽ അതിമനോഹരമായ പ്രത്യേക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ എഴുത്ത്, അത് ആദ്യം അതൊരു ശരിക്കൊരു തലയിലെഴുത്താണ്. ആ തലയിലെഴുത്താണെങ്കിലും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ബില്ല് അയക്കുമ്പോൾ, അന്ന് ഞാൻ ഹോസ്റ്റലിലായിരുന്നു, സെൻറ്റ് തോമസ് ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ ഇന്നില്ല. സെൻറ്റ് തോമസ് ഹോസ്റ്റലിൻ്റെ വാർഡൻ അന്ന് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ആബേലച്ഛനായിരുന്നു. ആബേലച്ഛൻ അന്ന് മനോഹരമായിട്ട് പാട്ടുകൾ എഴുതും. ഈശ്വരനെ, അങ്ങനെ ഒരു പാട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു പാട്ട്. അത് അന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ വെച്ച് എഴുതി കഴിഞ്ഞപ്പോൾ എന്നെയും അന്ന് എൻ്റെ സഹമുറിയൻ എന്നാണ് ഞാൻ, എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഉണ്ണികൃഷ്ണനെയും കാണിക്കുകയും അത് പാടിത്തരുകയും ചെയ്ത ഒരു പഴയ ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് ഞാൻ പിറ്റേന്ന് സാമിനോട് പറഞ്ഞു, അതിമനോഹരമായ ഒരു പാട്ടുണ്ട്, ആ പാട്ട് ഒരു ഹിറ്റായി മാറുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിച്ചു. അതൊരു വലിയ അനുഭവമാണ്. സാമിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഏതും ജീവിതം തന്നെ കലയാക്കി മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തെ കലയാക്കി മാറ്റിയാണ്. ഇത്രയും കാലം ഒരു ക്ലറിക്കൽ ജോബ് ചെയ്തുകൊണ്ട് കലയുടേതായ അങ്ങേയറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ നാടകങ്ങൾ ധാരാളം ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് വിനുവിൻ്റെ പിതാവ് വിനയൻ, VMN പണിക്കർ എന്ന വിനയനോട് ഒന്നിച്ച് ജോലി ചെയ്യുന്ന കാലത്ത് അന്ന് നിരന്തരമായി അവിടെ നാടകത്തിന് വരുന്ന അവസരത്തിൽ കാണുന്നതാണ്. പലപ്പോഴും നാടകം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് തിരിച്ചു വരാറുള്ളത്. ചിലപ്പോൾ വിനയനുണ്ടാവും, ചിലപ്പോൾ അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടാവും. PS നമ്പീശൻ എന്ന് പറയുന്ന വേറൊരു കലാകാരനുണ്ട്, അദ്ദേഹം ഉണ്ടാകും. അങ്ങനെ പലരും ആ ഒരു കൂട്ടായ്മ, ആ നാടകത്തിൻ്റെ കൂട്ടായ്മ എത്രയോ കാലമായിട്ട് തുടർന്ന് വരികയുണ്ടായി. അത് ആ പഴയ കാലം, നേരത്തെ വിനു ഇവിടെ സൂചിപ്പിച്ച ആ പഴയ കാലമാണ്.
ഇന്ന് അങ്ങനെയുള്ള ഒരു കൂട്ടുചേരൽ ഇല്ല എന്നുള്ളത് വലിയ ഒരു പരിതാപകരമായ സംഭവമാണ്. പക്ഷേ ഇന്ന് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സൗഹൃദ സംഘം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ, ആ പഴയ തലമുറയിലെ നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ ആദരിക്കാനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. സാമിൻ്റെ ഒരു ചെറുകഥാ സമാഹാരത്തിൻ്റെ ഒരു ചെറിയ അവതാരിക എഴുതി കൊടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ കഥകൾ അദ്ദേഹം എടുത്തിരിക്കുന്നത് ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ എന്നൊക്കെ നമ്മൾ പറയും. അത്ര വലിയ തീച്ചൂള അല്ലെങ്കിൽ പോലും അവിടെ ആ അനുഭവിക്കുന്നതായ ജീവിതത്തിൻ്റേതായ ചൂടും നമ്മൾ ആ കഥകളിൽ കാണുന്നുണ്ട്. അതിമനോഹരമായ കഥകൾ. പിന്നെ അദ്ദേഹം എഴുതിയ നാടകങ്ങളും ഇത് തന്നെയാണ്. ജീവിതഗന്ധിയായ നാടകങ്ങളൊക്കെ നമ്മൾ പണ്ടുള്ള ഭാഷയിൽ പറയും. അത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൻ്റെ സന്തതികളാണ് എന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി ആ സ്റ്റുഡിയോയിൽ എത്രയോ കാലം ഇരുന്നു കൊണ്ട് ആ അഭിനയം കാണാനും ആസ്വദിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്. തീർച്ചയായും സാമിന് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയോ കാലമായി ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം തുടരുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. ഹൃദയബന്ധത്തിൻ്റെ രഹസ്യം എന്താണ്? അന്ന് ബില്ല് എഴുതുമ്പോൾ ഒരു നയാ പൈസ പോലും സാം കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. ബില്ല് എഴുതുമ്പോൾ ഒരു നയാ പൈസ കുറച്ച് തരണ്ടേ? അന്ന് ആ കാലത്ത് കുറച്ച് തന്നിട്ടില്ല. പക്ഷേ കൂട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ കൂട്ടിയിട്ടുമില്ല. അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ആ ബില്ലിൻ്റെ ഭാഷ ആ ബില്ലിൽ എഴുതിയിരിക്കുന്ന ഈ അക്കങ്ങളുടെ ഒരു പ്രത്യേകത, ഇതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. അന്ന് ടൈപ്പ് റൈറ്റർ അദ്ദേഹത്തിന് ഇല്ല, കമ്പ്യൂട്ടറില്ല, അതുപോലുള്ള ഒരു കൗതുക സാധനങ്ങളും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ബില്ല് കാണുമ്പോൾ ഉള്ള നമുക്കൊരു സന്തോഷമുണ്ട്. ബില്ല് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുക അല്ലല്ലോ സാധാരണ ചെയ്യുക, പക്ഷേ ബില്ല് കാണുമ്പോൾ സന്തോഷമാണ്. ഇത് സാം അയച്ചതാണല്ലോ എന്നുള്ള ഒരു സന്തോഷം. പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ് എഴുതിയാലോ എന്ന്. അതിന് വിനുവിൻ്റെ സമ്മതം തേടുകയാണ്. ഞാനതിന് ഒരു പൊറോട്ടയുടെ ഓർമ്മ എന്ന് എഴുതിയാലോ എന്നാലോചിക്കുകയാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, കടപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ വൈകുന്നേരം നാടകമൊക്കെ അഭിനയിച്ച് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അവിടെ പാരഗൺ ഹോട്ടലിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ദിവസം സാം തോമസ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ പുതിയൊരു പലഹാരം വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പേരെന്താ? പൊറോട്ട. ഞാൻ പറഞ്ഞു, പൊറോട്ട നമ്മൾ സാധാരണ കാണുന്നല്ലേ, പക്ഷേ വീറ്റ് പൊറോട്ട എന്നൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിനൊന്ന് നോക്കാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കയറി അതിമനോഹരമായ അടരടരുകളായി വരുന്ന ആ വീറ്റ് പൊറോട്ട അങ്ങനെ അടർത്തി ആസ്വദിച്ച് തിന്നുന്ന ഒരു ഓർമ്മ. എന്തുകൊണ്ട് ഇതൊരു ഓർമ്മക്കുറിപ്പായി എഴുതിക്കൂടാ? തീർച്ചയായും ഒരു വീറ്റ് പൊറോട്ടയുടെ ഓർമ്മ എന്ന് ഒരു കഥ ഞാൻ എഴുതുന്നതാണ്. ഈ അവസാന കാലത്ത് ഒരു കഥയെങ്കിലും എഴുതണ്ടേ. പണ്ട് ഒരു കഥ എഴുതി വാസുദേവൻ നായർ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിനക്ക് കവിത എഴുതുന്നതാണ് നല്ലത്, അതുകൊണ്ട് കഥ എഴുതണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കഥ നിർത്തി. ഏതായാലും ഈ വീറ്റ് പൊറോട്ടയുടെ കഥ മുതൽ ഞാൻ വീണ്ടും ഒരു കഥ എഴുത്തുകാരനാകും എന്ന് എനിക്ക് തോന്നുകയാണ്. ഏതായാലും ഈ നിത്യയൗവനം, ഉറൂബ് എന്നൊരു എഴുത്തുകാരൻ നമുക്കറിയാം, ഞങ്ങളെയൊക്കെ സഹപ്രവർത്തകനാണ്. ഇവിടെ കുർസിയുണ്ട്. കുർസിയോട് ചോദിച്ചാൽ അറിയും ഉറൂബ് എന്ന പദത്തിൻ്റെ അർത്ഥം നിത്യയൗവനം എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഈ ഉറൂബ് എന്ന പദം സാമിന് യോജിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നിത്യയൗവനം അദ്ദേഹത്തിന് ഉണ്ട്. ഈ നിത്യയൗവനം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ്, അതായത് അത് ശാരീരികമായും മാനസികമായി, ഇപ്പോൾ ഈയിടെയൊക്കെ മുട്ടുവേദന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു അഭിനയം, അങ്ങനെയൊന്നുമില്ല, വെറുതെ പറയുന്നതാണ്. അദ്ദേഹത്തിന് ഒരു മുട്ടുവേദനയില്ല. മുട്ടുണ്ടെങ്കിലല്ലേ, മുട്ടില്ല, അദ്ദേഹത്തിന് ജീവിതത്തിന് മുട്ടില്ല. പണ്ട് ഇവിടെ ഒരു വഴിപാടുണ്ട്, മുട്ടറക്കുക എന്നൊരു വഴിപാടുണ്ട്. അവിടെ നമ്മളെല്ലാ മുട്ടുകളും പോകാൻ വേണ്ടി ഒരു നേർച്ച ചേർന്നിട്ട് ഒരു തേങ്ങ എറിഞ്ഞ് എന്തോ ഒരു ചടങ്ങുണ്ട്. ഞാൻ പോയിട്ടില്ല, ചെയ്തിട്ടില്ല. കാരണം മുട്ട് വലിയ പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ടാണ്.
അങ്ങനെ മുട്ടറുത്തിട്ട് ആയുസ് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും ഈ മുട്ടുവേദന എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ കലയുടെ വേദനയാണ്. കല ഹൃദയത്തിൽ കിടന്ന് മുട്ടി വിളിക്കുകയാണ്. ആ കലയുടെ വേദനയാണ് അത്. ആ കലയുടെ വേദന ഉള്ള കാലത്തോളം സാം തോമസിൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഈ അവസരം ഒരു വലിയ അവസരമാണ്. ഒരു സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് സാധാരണ പറയും. ഈ സ്നേഹത്തിൻ്റെ ഭാഷ ആസ്വദിക്കാൻ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന കൗതുകത്തോടുകൂടി എൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ള ഭംഗി കൊണ്ടല്ല, അതുകൊണ്ടല്ല, അതിൻ്റെ രസം കൊണ്ടല്ല. നിങ്ങൾ ചിരിക്കുന്നത്, നിങ്ങൾ ആസ്വദിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സുന്ദരനായ സാം തോമസിനെ അവിടെ കാണുന്നത് കൊണ്ട്. ആ സൗന്ദര്യം, ആ മുഖ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ ആന്തരിക സൗന്ദര്യമാണ്. ഈ ആന്തരിക സൗന്ദര്യം അദ്ദേഹത്തിന് ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് കല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടതാണ്. ചന്ദ്രക്കലയല്ല, അദ്ദേഹത്തിൻ്റെ കല ഉള്ളത് കൊണ്ടാണ്, മറ്റൊരു കലയുമല്ല. ആ കല, അതായത് നമ്മുടെ മനസ്സിനെ എന്നെന്നും ഉത്തേജിതമാക്കി നിൽക്കുന്ന ഒരു ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കലാവാസനയാണ്. ആ സർഗവാസനയാണ്. ആ സർഗവാസന കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായും അദ്ദേഹം മാർക്കണ്ഡേയൻ്റെ ഒരു പുതിയ അവതാരമാണ് എന്ന് ഞാൻ പറയുന്നത്. ഈ മാർക്കണ്ഡേയത്വം അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കുനിയന്താഴത്ത് അച്ഛനോട് ചോദിച്ചാൽ അറിയാം. മലയാളം എനിക്ക് അത്ര പിടുത്തമല്ല, ഞാൻ ബോട്ടണിയാണ് പഠിച്ചത്, അതുകൊണ്ട് മലയാളത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു. ഈ മാർക്കണ്ഡേയത്വം എന്നൊരു വാക്കുണ്ടെങ്കിൽ ആ മാർക്കണ്ഡേയത്വം അദ്ദേഹം എല്ലാ കാലത്തും നിലനിർത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ സൗഹൃദം ഇനിയും പൂത്തുലയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ മംഗളങ്ങളും നേരുന്നു.